ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും 1995 തേവരയിൽ വെച്ച് വിറ്റുപേർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇത് നമ്മൾ കുറേ പ്രാവശ്യങ്ങളായിട്ട് ധ്യാനിച്ചു വരികയായിരുന്നു. അതിലൂടെ അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വിശുദ്ധ പത്രോസിനെ പറയുന്നുണ്ട്, 2 പത്രോസ് 1:3 മുതലുള്ള തിരുവചനത്തിൽ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധ പത്രോസ്ലീഹ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന്. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഈ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. കർത്താവ് നമുക്ക് തരുന്നത് എങ്ങനെയാണ്? അപ്പസ്തോലന്മാരിൽ കൂടെയും പ്രവാചകന്മാരിൽ കൂടെയും വിശുദ്ധരിലൂടെ എല്ലാം കർത്താവ് നമുക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരികയാണ്. ദൈവിക രഹസ്യങ്ങളുടെ എല്ലാം ലക്ഷ്യം നമ്മുടെ ഹൃദയത്തെ ഉഴുതുമറിക്കുക എന്നുള്ളതാണ്. മാനസാന്തരത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നയിക്കുക എന്നുള്ളതാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ അപ്പോസ്തലന്മാരുടെ ലക്ഷ്യം, ദൈവം വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവിക രഹസ്യത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ജോഷുവ 3:5 പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക. നമുക്ക് മനസ്സിലാകും, ഒത്തിരിയേറെ തടസ്സങ്ങൾ പല കാര്യത്തിലും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തി പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിക്കുമ്പോൾ അവിടെ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ തന്നെ ബന്ധനമാണ്, നമ്മുടെ തന്നെ പാപത്തിൻ്റെ കാഠിന്യമാണ് നമ്മുടെ കുടുംബത്തിൽ ദൈവിക പദ്ധതികൾക്ക് തടസ്സം നിൽക്കുക. അതുകൊണ്ടാണ് ജോഷുവ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്, 2 പത്രോസ് 1:3 മുതലുള്ള തിരുവചനത്തിലും അതുപോലെ 4-ാം തിരുവചനത്തിൽ പറയാണ്, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നിത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സ്വന്തമാക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ആ നിത്യജീവൻ സ്വന്തമാക്കുക. നന്മ ഭൂമിയിൽ കൊണ്ടുവരിക, നന്മയെ ഉണർത്തുക. ഇന്ന് നമുക്കറിയാം, ദുരാശ മൂലം നമ്മുടെ ലോകം പല തിന്മകൾക്കും അടിമയാണ്. നമ്മുടെ മക്കൾ പല പാപങ്ങൾക്കും അശുദ്ധിക്കും കപടതയ്ക്കും ഈ ലോകത്തിൻ്റെ സകലമാന സുഖങ്ങൾക്കും അടിമയാണ്. ക്രൈസ്തവ ജീവിത രഹസ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ തലമുറയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഈ വചനത്തിന് സാധിക്കും, ദൈവത്തിൻ്റെ കൂദാശകൾക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ദൈവിക രഹസ്യങ്ങൾ കൂടുതൽ ഹൃദ്യസ്ഥമാക്കുവാൻ, അതിലൂടെ നമ്മുടെ ഹൃദയത്തെ ഉഴുന്നുമറിച്ച് നന്മയിലേക്ക് വളരുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കാം. നമുക്കറിയാം, നമ്മൾ അനേകം വചനങ്ങൾ പല അവസരങ്ങളായി കേൾക്കുന്നുണ്ട്. അവ നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിപ്പിച്ചുകൊണ്ട് വരുവാൻ, അതുപോലെ തന്നെ ഇന്നും നമുക്ക് അനേകം ലോക കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലൂടെയും മീഡിയയിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുക. നമ്മളോർക്കും, ചെറിയ കാര്യങ്ങൾ അവഗണിച്ചാൽ പ്രശ്നമില്ല, ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പാപത്തിൽ വീഴയില്ല. അതല്ല, പ്രഭാഷ്യൻ പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും.
നമ്മൾ അറിയുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുമ്പോൾ, ചെറിയ ചെറിയ പാപങ്ങൾ നമ്മിൽ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മൾ പാപത്തിലേക്കും നാശത്തിലേക്കുമാണ്. അതാണ് ചെറിയ കാര്യങ്ങൾ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനാണെന്നാണ് ഈശോ പറയുക. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് നമ്മളിൽ തന്നെ ഒരു തുടക്കം കുറിക്കുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ വചനങ്ങൾ ശ്രവിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടുവരികയായിരുന്നു മാനസാന്തരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈശോയിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് നമ്മളെ നയിക്കുന്ന ഓരോ വഴികളെക്കുറിച്ചും. പലതരം പീഡകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, പലതരം സഹനങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ കൂടുതൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും അതുവഴി ദൈവരാജ്യം വളർത്തുവാനും എങ്ങനെ സാധിക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് നമ്മൾ കണ്ടു. 2 കൊരിന്തോസ് 12 7-10 വരെയുള്ള വചനത്തിൽ, ഈ ബലഹീനതയിലാണ് എൻ്റെ കൃപ പൂർണ്ണമായിട്ടും പ്രകടമാകുക. നമ്മുടെ ഏറ്റവും ബലഹീനമായ അവസ്ഥയിലാണ് യേശുവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കർത്താവിൽ ആശ്രയിക്കുവാൻ പഠിക്കുക, പരിപൂർണമായിട്ട് ഇല്ലാതാകുവാൻ പഠിക്കുക. നമ്മളല്ല, ഈശോ നമ്മിൽ വന്ന് വസിക്കുവാനായിട്ട്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നില്ലേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കൊരിന്തോസ് 3:16 തിരുവചനത്തിലും എല്ലാം പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധമായ ആലയമാണ്. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹയോട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ നാമത്തെ പ്രതി നീ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. അത്രയും പൗലോസ്ലീഹ സഹിക്കും തോറും, എളിമപ്പെടും തോറും ഈശോയുടെ രാജ്യം ശക്തമായിട്ട് വിജയിച്ചുകൊണ്ടേയിരുന്നു, വളർന്നുകൊണ്ടേയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് നമുക്ക് അഭിമാനിക്കണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് നമുക്ക് അഭിമാനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് നമ്മളെ നടത്തുന്ന വഴിയിലൂടെ ഒരു പരാതികളും കൂടാതെ നടന്നു പോകുവാനായിട്ട് ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാൻ നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമ്മൾ ആ ക്ലാസ് തുടർച്ചയായിട്ട് കേട്ടുവരികയായിരുന്നു. അതിനുശേഷം വിട്ടുപേർ പറയുകയാണ്, ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കണം. ഗലാത്യ 3:11. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക, വിശ്വാസത്തിൽ കൂടിയാണ് നാം നീതീകരിക്കപ്പെടുന്നത്. എബ്രഹത്തിൻ്റെ വിശ്വാസം വളരെ വലുതായിരുന്നു. ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ പറഞ്ഞപ്പോൾ അതേപടി അനുസരിച്ചു. നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഇല്ല. ആ നിമിഷത്തിൽ അത് ചെയ്യുവാനുള്ള ധൈര്യം കർത്താവ് അബ്രഹത്തോട് കൊടുത്തു. ഈ വിശ്വാസമാണ് വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസം. മത്തായി 16:17 ഈശോ പത്രോസിനോട് പറയുകയാണ്, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. മത്തായി 16:16 വിശുദ്ധ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസം തന്നെയായിരിക്കണം നമ്മുടെ വിശ്വാസവും. ഇപ്പോൾ ലോകത്തിൽ പലതരത്തിലാണ് ഈശോയെ കാണുന്നത്. എല്ലാം ദൈവങ്ങളാണെന്നാണ് സകലരും പറയുന്നത്. പലതരത്തിലാണ് ഈശോയെ ചിത്രീകരിക്കുന്നത്. സാത്താന് അനേകം തരത്തിലുള്ള തന്ത്രങ്ങളുണ്ട്. ഇത് കണ്ടുപിടിക്കുവാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാം വിശ്വസിക്കുന്നത്. നാം ആത്മാവിലായിരിക്കണം, അതുപോലെ തന്നെ നല്ല ധൈര്യവും ഉള്ളവരായിരിക്കണം. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ മ്ലേച്ഛ വസ്തുക്കളെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. എസെക്കിയേൽ 22:26 സകല തിന്മയുടെ ശക്തിയെയും കണ്ടുപിടിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ പല തിന്മയും ഇല്ല, പിശാചില്ല, ഈശോ ഇല്ല എന്നെല്ലാം നാം പറയും. പ്രധാനമായും ഇങ്ങനെ പറയുന്നവരുടെ ദൈവം ഉദരമായിരിക്കും. ഫിലിപ്പി 3:19 ഉദരമാണ് അവരുടെ ദൈവം. ഭക്ഷണത്തിൽ താല്പര്യമുള്ളവർക്ക് കർത്താവിൻ്റെ കൃപ കിട്ടുകയില്ല. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ തോബിത്ത 3:8 അരൂപിയെ ബന്ധിക്കണം. ബന്ധന പ്രാർത്ഥന എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ പറയാണ്, ദൈവത്തെ പരിപൂർണമായിട്ടും നമ്മൾ വിശ്വസിക്കണം. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. ആ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒറ്റപേർ വെളിപ്പെടുത്തുകയാണ്.
വിശ്വാസത്തിലൂടെയാണ് നാം നീതീകരിക്കപ്പെടുന്നത്. അബ്രഹത്തിൻ്റെ വിശ്വാസം വളരെ വലുതാണ്. നമ്മൾ ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുമ്പോൾ നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഈശോയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അതാണ് ഈശോ പറയുന്നില്ലേ, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. അതിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. വിശ്വസിക്കുമ്പോൾ അതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അതാണ് വിശ്വാസം എന്ന പുണ്യം. ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാണ് ആത്മീയ ജീവിതത്തിലെ. എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 6:10-20 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ വിശ്വാസത്തെക്കുറിച്ച് ശക്തമായി പറയുന്നുണ്ട്. അതിൽ ആത്മീയ പോരാട്ടമാണ്. ആത്മീയ ആയുധങ്ങൾ നമ്മൾ എന്തെല്ലാമാണ് ധരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പറയണ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. അതിനുശേഷം പറയാണ്, സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. ഈ ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന ക്രൂരമ്പിനെ കെടുത്തുന്നതിനുള്ള പരിചയാണ് വിശ്വാസം. ഈ പരിച, വിശ്വാസം എന്ന പരിച നമുക്കുള്ളപ്പോഴാണ് നമുക്ക് തിന്മയെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുക, ആത്മീയ ജീവിതത്തെ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിനെതിരായിട്ട് അവർക്ക് ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ കർത്താവിൽ എളിമപ്പെട്ടുകൊണ്ട് പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ വിശ്വാസത്താൽ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. എല്ലാ വിശുദ്ധർക്കും വിശ്വാസത്തിനെതിരെ പോരാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വിശ്വാസ സത്യത്തെ മാറ്റിമറിക്കുന്നതിനും പോലെ പലതരത്തിൽ വിശ്വാസത്തിനെതിരായിട്ട് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് വിശ്വാസം എന്ന പുണ്യം. ഏറ്റവും വലിയ പുണ്യമാണ്. അതിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നു. 3:11 പറയുന്നത് നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നാണ്. അതിനുശേഷം പറയാണ്, അബ്രഹത്തിൻ്റെ വിശ്വാസം വളരെ വലുതായിരുന്നു. ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ അതേപടി അനുസരിച്ചു. നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഇല്ല. ആ നിമിഷത്തിൽ തന്നെ അത് ചെയ്യുവാനുള്ള ധൈര്യം കർത്താവ് കൊടുത്തു. ഈ വിശ്വാസമാണ് വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസം. അബ്രഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചാൽ, അദ്ദേഹത്തോട് ദൈവം വലിയൊരു വാഗ്ദാനം ആദ്യമേ ചെയ്തു. ഒന്നുമില്ലാതിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് വാഗ്ദാനം കൊടുക്കുക. നിന്നിലൂടെ സകലരും അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ സന്തതികൾ മണൽത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും എന്നെല്ലാം കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ അബ്രഹത്തിനുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം 17-ാം എല്ലാം നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച്. ദൈവം പറഞ്ഞിട്ട് ദൈവം അത് ചെയ്യാതെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. ആ സമയത്തൊക്കെ അബ്രഹത്തിൻ്റെ ജീവിതത്തിൽ എത്രയോ നിരാശകളുണ്ടാകാം. അബ്രഹാം അതെല്ലാം തരണം ചെയ്ത് അത്യുന്നതനായ ദൈവത്തെ വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ അബ്രഹത്തിൻ്റെ വിശ്വാസം, അബ്രഹത്തെ നമ്മൾ കൂടുതൽ ധ്യാനിക്കുമ്പോൾ തൻ്റെ ഏകപുത്രനെ ബലി കഴിക്കുവാൻ മാത്രം അദ്ദേഹം കർത്താവിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. ഏറ്റവും പ്രായമെത്തിയപ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത സമ്മാനമായിരുന്നു തൻ്റെ ഏകജാതനെ. ആ ഏകജാതനെ ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴും വിശ്വാസം മൂലം അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിപ്പിക്കുകയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതാണ് വിശ്വാസം. ആ ഒരു വിശ്വാസമാണ് നമുക്കും വേണ്ടിയത്, കണ്ണും പൂട്ടിയുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ബ്രദർ പറയുന്നത്, നമ്മൾ ആത്മാവിലായിരിക്കണം. ആത്മാവിൽ വളരുമ്പോഴാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കുക. ആത്മാവിൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ
ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നതിനെക്കുറിച്ചും ആ വിശ്വാസം വന്നു കഴിയുമ്പോൾ ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നമുക്ക് ആബാ പിതാവേ എന്ന് ദൈവത്തെ ഹൃദയപൂർവ്വം വിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതിലൂടെയാണ് ദൈവരാജ്യത്തിൻ്റെ അനേകം രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ അബ്രഹത്തിൻ്റെ വിശ്വാസത്തെ പോലെ തന്നെയാണ് വിശുദ്ധ പത്രോസ്ലീഹ ഇവിടെ കർത്താവിനെ ഏറ്റുപറയുകയാണ്. ദൈവവും കർത്താവുമായിട്ട് ഈശോയെ വിശുദ്ധ പത്രോസ്ലീഹ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയെ വിശുദ്ധ പത്രോസ് ഏറ്റുപറഞ്ഞപ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള വിശ്വാസ സത്യം വിശുദ്ധ പത്രോസ് പ്രഖ്യാപിച്ചപ്പോൾ വിശുദ്ധ പത്രോസിനെയും ഈശോ തിരിച്ചേറ്റു പറയുന്നത് നമുക്ക് കാണുന്നുണ്ട്. യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. ഈശോയെ ഏറ്റു പറഞ്ഞപ്പോൾ ഈശോ പത്രോസിനെയും തിരിച്ച് പറയുകയാണ്. കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും എന്ന് പത്രോസിനോട് പറയുകയാണ്. ഈ പാറയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. എത്ര അടിച്ചാലും പൊട്ടാത്ത, എത്ര മർദ്ദിച്ചാലും അനങ്ങാത്ത ഒരു സംഭവമാണ് പാറ. ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. ഈശോയെക്കുറിച്ച് പറയുകയാണ്. ഈശോയുടെ മുഖം ശിലാതുല്യമാക്കി എന്ന് പറയുമ്പോൾ അടിച്ചവർക്ക് ഈശോ എല്ലാം കാണിച്ചു കൊടുത്തു. ആ ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ അറിഞ്ഞു. മനുഷ്യകുലത്തിന് വേണ്ടി അവിടുന്ന് സാത്താൻ്റെ തല തകർക്കുവാൻ വേണ്ടി സ്വയം ഇല്ലാതായി ബലിയാടായി നിന്നു കൊടുക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ അബ്രഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹം പരീക്ഷണങ്ങളെല്ലാം ഉണ്ടായപ്പോഴും അദ്ദേഹം കർത്താവിൻ്റെ വാഗ്ദാനത്തിന് എതിരായി ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അവിടെ എല്ലാം വിശ്വാസത്താലാണ് ശക്തി പ്രാപിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിലും വിശ്വാസത്തിനെതിരായി നമുക്ക് ഒത്തിരിയേറെ ചിന്തകളുണ്ടാകും. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ, കർത്താവിനെ ഇങ്ങനെ മഹത്വപ്പെടുത്തണമോ, ഇങ്ങനെയെല്ലാം നമ്മളെ ഇട്ട് അസ്വസ്ഥപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ സമയം തന്നെ കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് വിശ്വാസം എന്ന പുണ്യം. മനുഷ്യജീവിതത്തിൽ എപ്പോഴും വിശ്വാസത്തിനെതിരെ പരീക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ തന്നെ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ചിന്തയിൽ നമ്മൾ സാത്താന് അവസരം കൊടുക്കരുത്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 11:3-4 തിരുവചനത്തിൽ. സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിലുള്ള വിശുദ്ധിയിൽ നിന്നും ലാളിത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുക. കാരണം ഈ ചിന്തയിലാണ് നമ്മളിലെ കൊണ്ടുപോയി സാത്താനിടുക. ഇതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസം ചിലപ്പം നഷ്ടപ്പെടും. ചില സംസാരങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. ചില പ്രബോധനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ചില പഠനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പ്രാർത്ഥന ഇല്ല എങ്കിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും പോലെ നമ്മളാകുമ്പോൾ നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഇതിനെല്ലാം പ്രതിഫലമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1 തിമോത്തി 2:8 വാക്യത്തിൽ പറയുന്നുണ്ട്, പുരുഷന്മാർ കോപമോ കലഹമോ കൂടാതെ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയുകയാണ്. ആ കരങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലുള്ള പാപത്തിൻ്റെ ബന്ധനം വിട്ടുപോകും.
നമ്മളിൽ ഏത് തിന്മയാണോ പ്രവർത്തിക്കുന്നത് ആ തിന്മയെ കീഴ്പ്പെടുത്തുവാൻ നമ്മൾ കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാണെങ്കിൽ ഒത്തിരിയേറെ വിശ്വാസം നമ്മുടെ വർദ്ധിക്കും. അബ്രഹാം അതാണ് ചെയ്തത്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായിട്ട് ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അതുപോലെ തന്നെ റോമാക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 18 തൊട്ട് 21 വരെയുള്ള വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് തിന്മയുടെ ശക്തിയെക്കുറിച്ച്. പല തിന്മകളിലേക്കും ഇന്ന് ലോകം പോകുന്നതിൻ്റെ കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താത്തതുകൊണ്ടാണ്. പ്രകൃതി വിരുദ്ധമായ പാപങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിനും 18-ാം അധ്യായത്തിനും എല്ലാം പ്രകൃതി വിരുദ്ധമായ പാപങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്താത്തത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. നമ്മൾ ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഛായയും സാദൃശ്യവുമായ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങുക. കർത്താവിൻ്റെ പ്ലാനും പദ്ധതികളും അനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക. ലോകം മുഴുവൻ കർത്താവിൻ്റെ സൃഷ്ടിയാണ്. പ്രകൃതിയെ നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോഴാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നത്. ദാനിയേൽ 3-ാം അധ്യായത്തിൽ അവർ 3 പേരും കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും എല്ലാ സൃഷ്ടികളെ വിളിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ അവർ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഒരിക്കലും നമ്മൾ മാറ്റിവെക്കുവാൻ പാടില്ല. എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മളതിനെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും നമ്മൾ നടത്തിയിരിക്കണം. എത്ര പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം ഒരിക്കലും നമ്മുടെ നഷ്ടപ്പെടാൻ പാടില്ല. ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഈ വിശ്വാസ സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ്. വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ പല തിന്മകളും നമ്മെ മൂടിക്കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റോമാക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനത്തിൽ പറയാണ്, മനുഷ്യൻ്റെ തിന്മകൾ, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതെല്ലാം അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാപത്തിലേക്ക് നമ്മൾ പോകുന്നതിന് കാരണം എന്താണ്? തങ്ങളുടെ അനീതിയിൽ അവർ സത്യത്തെ തളച്ചിടുകയാണ്. നമ്മുടേതായ ഇഷ്ടമനുസരിച്ച് നമ്മൾ സത്യത്തെ തളച്ചിടുന്നു. എന്നിട്ട് പല പാപങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതെല്ലാം അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് ദൈവത്തിൻ്റെ അനന്തശക്തി 21-ാം തിരുവചനത്തിൽ പറയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പറയുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്തു. ഇതാണ് ഇന്ന് നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്നതാണ്. ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താതെ വരുമ്പോൾ പല അശുദ്ധിക്കും പാപത്തിനും പ്രകൃതി വിരുദ്ധമായ പല പാപങ്ങൾക്കും മനുഷ്യൻ അടിമയാകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ വിശ്വാസത്തിനെതിരെ വരുന്ന എല്ലാ ദുഷ്ടശക്തികളുടെയും മേലും ദൈവത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ എടുത്ത് പ്രാർത്ഥനാപൂർവം ഇരിക്കണം. നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും കടമയാണ്. എത്ര പ്രശ്നങ്ങളുണ്ടായാലും അതിലൊന്നും ഇടപെടാതെ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ തിന്മയുടെ ശക്തി തീർച്ചയായിട്ടും അവിടെ താഴ്ന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു വന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. ഈ അബ്രഹത്തിൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു. വിശുദ്ധ പത്രോസ്ലീഹായുടെ വിശ്വാസം നമ്മൾ കണ്ടു. അതിനുശേഷം പറയണം, ഇപ്പോൾ ലോകത്തിൽ പലതരത്തിലാണ് ഈശോയെ കാണുന്നത്. എല്ലാം ദൈവമാണെന്ന് സകലരും പറയുന്നത്. പലതരത്തിലാണ് ഈശോയെ ചിത്രീകരിക്കുന്നത്.
അതാണ് ഈശോയെ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചല്ല നമ്മൾ ചിത്രീകരിക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും തന്ന ആ ക്രൂശിതനായ ഈശോയെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളെല്ലാം ആ ഈശോയുടെ ചൈതന്യത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടു പോവുകയാണ്. നമുക്ക് ആ ശിരസ്സിനോട് ഗാഢബന്ധം പുലർത്താതെ വരും. നമ്മൾ ഈ ക്രിസ്തുവാകുന്ന ശിരസ്സിനോട് നമ്മൾ ഗാഢബന്ധം പുലർത്തിയില്ലെങ്കിൽ നമ്മൾ പല പാപങ്ങളിലേക്കും പോകും. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസിക്കൂടെയും പൗലോസിക്കൂടെയും വരുന്ന ക്രൂശിതനായ ഈശോയെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. പറയുകയാണ്, നമ്മൾ ഈശോയെ പലതരത്തിൽ ചിത്രീകരിക്കും. സാത്താൻ അനേകം തന്ത്രങ്ങളുണ്ട്. ഇത് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാം വിശ്വസിക്കുന്നത്. നാം ആത്മാവിൽ ആയിരിക്കണം. ഈ ആത്മാവിൻ്റെ രാജ്യത്തെക്കുറിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ട് വരുമ്പോഴാണ് നമുക്ക് ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ അധികാരം ദൈവം നമുക്ക് തരിക. അപ്പം നമുക്ക് ആത്മീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് തീഷ്ണതയോടെ ആഗ്രഹിക്കാം. അതിലൂടെ ആ ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ ഹൃദയപൂർവ്വം നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ നമ്മൾ കേട്ട് വന്നത് ആ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാനും ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മുടെ ഹൃദയം കൊണ്ടുപോകാനും നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിലുള്ള ഒരു ജീവിതം നമുക്കും ഉണ്ടാകുവാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ കടക്കണം. എങ്കിൽ മാത്രമേ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ഹൃദയപൂർവ്വം നമുക്ക് ആബാ പിതാവേ എന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസത്തിലൂടെ കൂടുതൽ ശക്തി പ്രാപിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിലുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ സർവശക്തനായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനും, വിശ്വാസത്തിനെതിരായി സാത്താൻ പോരാടുമ്പോൾ കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പരിപൂർണമായിട്ട് എളിമപ്പെട്ടുകൊണ്ട് നമ്മൾ ആ നിത്യ ആരാധനയായ ഈശോയെ ആരാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വിശ്വാസം നമുക്ക് തിരിച്ചു കിട്ടും. ദൈവത്തെ ദൈവമായിട്ട് നമ്മൾ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിൽ നടമാടുന്ന തിന്മയ്ക്കെതിരെ പോരാടുവാൻ അത്യുന്നതനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. തീർച്ചയായിട്ടും പരിശുദ്ധ മറിയമാണ് ദൈവവചനത്തിൻ്റെ രഹസ്യം ഭൂമിയിലെത്തിക്കുവാൻ ഒരു ഉപകരണമായി തീർന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വചനത്തിൽ നമ്മൾ കാണുന്നു, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈശോയുടെ രഹസ്യങ്ങളെക്കുറിച്ചും ദൈവപുത്രൻ്റെ പീഡകളെക്കുറിച്ചും എല്ലാം മറിയം ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. അതിലൂടെ ദൈവിക പദ്ധതികൾക്ക് മറിയം സാക്ഷിയാകുകയാണ്. സഹരക്ഷകയായിട്ട് മറിയം മാറുകയാണ്. അപ്പോൾ ആ പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.